വിളിപ്പിച്ച കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എന്നുള്ള നിന്റെ ഈ നാട്യമുണ്ടല്ലോ, അത് എന്റെ മുന്നിൽ വേണ്ട. ചോറ് ഇവിടെയും കൂറ് അവിടെ ആയാൽ ശരിയാവത്തില്ലല്ലോ. നന്ദി കേട്ടോളെ. മര്യാദക്ക് അപ്പു പറയുന്ന അനുസരിക്കുന്ന നിനക്ക് നല്ലത്. അവനവന്റെ സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ അച്ഛനാണ് മൈത്രനാണ് എന്ന് പരിഗണന ഞാൻ കാണിക്കില്ല. പക്ഷേ ഒരു നരകത്തിലേക്കാണല്ലോ കുട്ടി നീ വന്നു പെട്ടത്. എന്താ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞേ? അമ്മയേട്ടനും ഈ നേരം മുഴുവൻ സാരോപദേശം നടത്തിയിട്ടും വിളിപ്പിച്ച കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എന്നുള്ള നിന്റെ ഈ നാട്യമുണ്ടല്ലോ, അത് എന്റെ മുന്നിൽ വേണ്ട. നിന്നെപ്പോലുള്ള പെണ്ണുങ്ങളുടെ നാട്യവും നാടകവും കുറെ കണ്ടവനടി ഞാൻ. ദേഷ്യപ്പെടല്ലേ അപ്പോട്ട. അപ്പോട്ടനെ വേണുവേട്ടൻ തല്ലാൻ നോക്കിയതിനെ കുറിച്ചാണെങ്കിൽ ഏട്ടന് വേണ്ടി ഞാൻ മാപ്പ് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിന്റെ പേരിൽ ഇനി ഒരു വഴക്കുണ്ടാക്കരുതെന്ന് പറഞ്ഞ് കരഞ്ഞു കാല് പിടിക്കുകയും ചെയ്തു. പിന്നെന്തിനാ അതേപറ്റി പറഞ്ഞ് നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നേ? പ്രശ്നം ഉണ്ടാകണം, അതാ അപ്പുവിന്റെ ആഗ്രഹം, പള്ളിക്കലുകാരുടെ ലക്ഷ്യം. ഒരിക്കൽ പള്ളിക്കലുകാരെ ചതി കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞവനല്ലേ നിന്റെ ഏട്ടൻ. അതുപോലെ അവനും തോൽക്കണം, തോൽവിയുടെ കൈപ്പറിയണം. അവൻ ചെയ്ത തെറ്റിന് നീ വിലയില്ലാത്തൊരു മാപ്പ് പറഞ്ഞാൽ ക്ഷമിക്കാൻ മാത്രം ഫൂളാണെന്ന് കരുതിയോ ഞാൻ? ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കണം. അതിന് നിന്റെ സഹായം എനിക്ക് വേണം. നാളെ നീ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം, വേണുവിനെതിരെ മൊഴി കൊടുക്കാൻ. മൊഴിയോ? ഊർമിളയെ മറന്നിട്ടില്ലല്ലോ, വേണുവിന്റെ വെപ്പാട്ടി. ശല്യം ഒഴിവാക്കാനായി ഊർമിളയെ വേണു കൊന്നുവല്ല കൊക്കയിൽ എറിഞ്ഞിരിക്കാനാ സാധ്യത. ഈ കേസിൽ നിന്ന് ജന്മകാലം വേണു ഊരിപ്പോരുത്. അതിനുവേണ്ടി ഊർമിളയെ വേണു അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് കണ്ടു എന്ന് നീ പോലീസ് പറയണം. എന്താ നീ ഒന്നും മിണ്ടാത്തെ? നിനക്കതിൽ വിരോധം വല്ലതുണ്ടോ? ഇല്ല, ഞാനത് ചെയ്യില്ല. എന്നെ നിർബന്ധിക്കരുത്, എന്റെ ഏട്ടനെ ദ്രോഹിക്കരുത്. ദ്രോഹിക്കും. നിന്റെ മൊഴിയുടെ ബലത്തിൽ അവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. മറുത്തൊരു വാക്ക് പോലും മിണ്ടാതെ അപ്പൂനെ അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്. അപ്പോട്ട് ക്ഷമിക്കണം, എനിക്കതിനാവില്ല. എന്നെ കൊന്നാലും ഞാനത് ചെയ്യില്ല. ധിക്കാരം പറയുന്നോടി. നിന്നെ കൊണ്ടത് ചെയ്യിക്കാനാവോന്ന് ഞാനും നോക്കട്ടെ. ആടിയുടെ ഇങ്ങോട്ടടി. എന്നെ പരസ്യമായിട്ട് അവമാനിച്ചവനെ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെ അവളുടെ തീരുമാനം. പുന്നാര ആങ്ങളക്കെതിരെ മൊഴി കൊടുക്കാനാവില്ലെന്ന് പള്ളിക്കലുകാരെ ശരിക്കും നിനക്ക് മനസ്സിലായിട്ടില്ല. ഇവരൊക്കെ നിന്റെ യഥാർത്ഥ മുഖം ഒന്ന് കാണട്ടെ. എടി നരുന്ത് പെണ്ണേ, നിന്റെ ഏട്ടൻ കാരണം ഇവളുടെയും മക്കളെയും ജീവിതം തകർന്നിട്ടും ഞങ്ങൾ നിന്നോട് കരുണ കാണിച്ചു, പള്ളിക്കലെ മരുമോളായിട്ട് വഴിച്ചു, എന്നിട്ടും നന്ദിയോട് കാണിക്കുന്നു. ചോറ് ഇവിടെയും കൂറ് അവിടെ ആയാൽ ശരിയാവത്തില്ലല്ലോ. നന്ദി കേട്ടോളെ. മര്യാദക്ക് അപ്പു പറയുന്ന അനുസരിക്കുന്ന നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ താലി അറുത്തെടുത്ത് ചൂലിനടിച്ചിറക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത്രയൊക്കെ കേട്ടിട്ട് ആട്ടുകല്ല് പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? കണ്ടാൽ അയ്യോ പാവം, ഉള്ളിലിരിപ്പൊക്കെ ഇപ്പോഴല്ലേ മനസ്സിലായത്. എടി, നിന്നെ പോലെ തന്നെ ഈ വീട്ടിലേക്ക് മരുമകളായി കയറി വന്നത് തന്നെയാ ഞാനും. അമ്മയോ രാമകൃഷ്ണേട്ടനോ പറയുന്നത് വേദവാക്യമാക്കിയാ ഞാൻ അന്നും ഇന്നും ജീവിക്കുന്നത്. അതുപോലെ ആണിനും തൂണിനും വഴങ്ങി ജീവിക്കാൻ പഠിച്ചാ നിനക്ക് നല്ലത്. അല്ലെങ്കിലേ ജീവിതം കട്ട പോകാം. ആയേ, കൂടപ്പറപ്പെന്ന നിലയിൽ ഏട്ടനോടുള്ള നിന്റെ സ്നേഹവും കടപ്പാടും നല്ലത് തന്നെ. പക്ഷേ ഒന്ന് നീ മനസ്സിലാക്കണം, ലോകത്ത് മറ്റാരെക്കാളും വേണുവേട്ടനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവളാ ഞാൻ. എന്നിട്ടും ആ മനുഷ്യനെന്നെ വഞ്ചിച്ചു. അയാളുടെ തനി സ്വരൂപം അറിയാൻ ഈ ഒറ്റ കാരണം പോരെ? നീ മറ്റൊരു കാര്യം ഓർത്തു നോക്ക്. ആ രഹസ്യക്കാരി വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചപ്പോ പ്രായപൂർത്തിയായ നിന്റെ ഭാവിയെ പറ്റി പോലും നിന്റെ ഏട്ടൻ ഓർത്തോ? ഇല്ലല്ലോ. പിന്നെന്തിന് നീ അയാളെ സംരക്ഷിക്കണം? ഞാൻ ആരെ സംരക്ഷിക്കാനൊന്നും പോകുന്നില്ല. കാണാത്ത കാര്യം കണ്ടു എന്ന് പറയാൻ എനിക്ക് വയ്യ. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. എന്ന് വെച്ചാ താലി കെട്ടിയ പുരുഷന്റെ വാക്കനുസരിച്ച് ജീവിക്കാൻ നിനക്ക് വയ്യാന്ന്. ഇങ്ങനെയൊന്നും ചോദിച്ച് എന്നെ വിഷമിപ്പിക്കില്ലേ അമ്മേ? എനിക്ക് വയ്യ. ദൈവത്തിന് നിരക്കാത്ത ചെയ്യാൻ ആര് പറഞ്ഞാലും എനിക്ക് വയ്യ. നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണെങ്കിൽ
വരച്ച വരയെ നിർത്തി അനുസരിപ്പിക്കാൻ എനിക്കാവും. പറയേ, എല്ലാവരുടെ മുന്നിൽ വെച്ച് ആണായിട്ട് പറയേ, വേണുവിനെതിരെ മൊഴി കൊടുക്കാന്ന് പറയടി. പറയാൻ ഡാ. നിന്റെ ഭാര്യ ആവണേന് മുമ്പ് ഇവൾ എന്റെ അനന്തരവളാ. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കുട്ടിയെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യാൻ എന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം ഞാൻ അനുവദിക്കില്ലടാ. ഓഹോ, പുന്നാര പെങ്ങളുടെ മകക്ക് നൊന്തപ്പോ അച്ഛന്റെ നെഞ്ചുരുകിയില്ലേ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇന്നലെ അലവലാതി എന്റെ കൊങ്ങി കയറി പിടിച്ചപ്പോ എവിടെ പോയിരുന്നു ഈ ധാർമ്മിക രോഷം? എന്താ പെങ്ങളുടെ മക്കളുടെ കാര്യത്തിലുള്ള ശ്രദ്ധയും താല്പര്യവും മക്കളുടെ കാര്യത്തിൽ വേണ്ടാന്ന് തീരുമാനിച്ചോ? അപ്പോ നീ എന്നെ ചോദ്യം ചെയ്യാൻ മുതല ചോദ്യം ചെയ്യും. അവനവന്റെ സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ അച്ഛനാണ് മൈത്രനാണ് എന്ന് പരിഗണന ഞാൻ കാണിക്കില്ല. 5-8 കൊല്ലം പുറംനാടുകളില് പല വേഷങ്ങൾ കെട്ടി തിരിച്ചു വന്നവൻ അപ്പു. എന്ത് ചെയ്യാനും അടിക്കില്ല ഞാൻ. അപ്പു മോനെ വേണ്ട, അച്ഛനോട് നീ ഒന്നും പറയാൻ നിൽക്കണ്ട. എവിടെ കഴുത്തി കിടക്കണ താലി എന്റെ ഈ കൈ കൊണ്ട് കെട്ടിയതാണെങ്കിൽ എവിടെ തല്ലാനും കൊല്ലാനുള്ള അവകാശം എനിക്കുണ്ട്. ഇടപെടാൻ വന്ന വേണ്ട, എന്നെ കൊണ്ട് അതിന് വിട്ടൊന്നും പറയിപ്പിക്കണ്ട. അതാ നല്ലത്. മോളെ, നിന്നോട് എന്തു പറയണമെന്നോ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നോ എനിക്കറിയില്ല. മകളായും അനന്തരവളായും നിന്നെ സ്നേഹിച്ചവനാ ഞാൻ. ഇപ്പൊ ഇതാ നീ എന്റെ മരുമകളുമായി. പക്ഷേ ഒരു നരകത്തിലേക്കാണല്ലോ കുട്ടി നീ വന്നു പെട്ടത്. അപ്പോ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പത്മത്തിനും രാമകൃഷ്ണനും എല്ലാവർക്കും അതിന് സമ്മതമാണെന്ന് അറിഞ്ഞപ്പോ സത്യത്തിൽ സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു പോയിരുന്നു. കുടുംബങ്ങൾ തമ്മിലുള്ള കലഹം, വേണു കാണിച്ച നെറികേട്, എല്ലാം എൻ്റെ ഭാര്യയും മക്കളും ക്ഷമിക്കാൻ തയ്യാറായത് കണ്ട് അവരെക്കുറിച്ച് ഞാൻ അഭിമാനിച്ചു. ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിച്ച നിമിഷങ്ങളായിരുന്നു അത്. പക്ഷേ നടന്നത് ചതിയായിപ്പോയല്ലോ മോളെ. ആരോ ചെയ്ത തെറ്റിന് നീയാണല്ലോ ബലിയാടാക്കപ്പെട്ടത്. സഹിക്കണില്ല ഓർത്തിട്ട്, സഹിക്കാൻ പറ്റണില്ല. അച്ഛൻ വിഷമിക്കരുത്. ഒക്കെ വിധിയാന്ന് കരുതി സമാധാനിച്ചോളാം ഞാൻ. എന്ത് സഹിക്കാനായി? മനസ്സിനെ പാകപ്പെടുത്തിക്കൊള്ളാം. എന്റെ മോളെ, നിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോവാണല്ലോ. ആരും വില വെക്കാത്ത ഈ ഗതികെട്ടവന് നിന്നെ രക്ഷിക്കാനുള്ള ത്രാണിയുമില്ല. മാപ്പ് ചോദിക്കാനേ എനിക്ക് കഴിയും. ഭഗവാനെ, ഇനിയും പരീക്ഷിക്കാതെ എന്നെ അങ്ങ് തിരിച്ചു വിളിക്കാനുള്ള ദയ കാണിക്കണേ.
നീ ഉണർന്നോ? ഈ നേരത്ത് ഇച്ചായൻ എവിടെ പോയതാ? ഞാനേ ഇച്ചിരി വെള്ളം കുടിക്കാൻ പോയതാ. ഓ, എന്നാ ചൂടാ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ജഗ്ഗില് വെള്ളം എടുത്തു വെച്ച് കണ്ടില്ലായിരുന്നോ? അത് ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുത്ത് കുടിക്കാന്ന് വെച്ചു. ഓ, എന്നാലും ഇതുവരെ ഇല്ലാത്തൊരു ചൂടും ഹ്യൂമിഡിറ്റിയും ഇല്ല ആലീസേ. ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആവേ. കർത്താവിന്റെ ഓരോ പരീക്ഷണങ്ങളെ. ആ നീ ആ ലൈറ്റ് ഒന്ന് അടച്ചേ.